ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് മുഫീദ നൗഫൽ ഫ്രം മൈ ഫെഷ്. നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ബർത്ത്ഡേ ഫ്രോക്കാണ് കേട്ടോ. ഒരു ബേബിക്ക് തന്നെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതെന്താ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ട്രാവലിംഗ് വീഡിയോയും കൂടെ എന്നല്ലേ. ഫ്രോക്കിൻ്റെ വർക്ക് നമുക്ക് കറക്റ്റ് ടൈമിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഡയറക്റ്റ് കസ്റ്റമറിന് കൊടുക്കേണ്ടി വന്നു. ഡയറക്റ്റ് മീൻസ് നമ്മൾ ബാംഗ്ലൂരേക്ക് പോയിട്ട് മംഗലാപുരത്ത് പോയിട്ട് അവിടുന്ന് അവരുടെ KSRTC ബസ്സിൽ കൊടുത്തുവിടേണ്ടത്. അവിടുന്ന് വെച്ചാൽ ഒരു 400 കിലോമീറ്റർ പിന്നെയും ദൂരമുണ്ട് കേട്ടോ. മംഗലാപുരത്ത് നിന്ന് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു പ്ലേസിലാണ് ഈ എക്സാക്റ്റ് സ്ഥലം വരുന്നത്. അപ്പോൾ നമുക്ക് അവിടത്തേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മളെന്താക്കി, മാംഗ്ലൂരേക്ക് പോയിട്ട് ഈ ഒരു കൊറിയർ നമ്മൾ ബസ്സിൽ കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു. സംഭവം എന്താ വെച്ചാൽ നമ്മൾ ആക്ച്വലി 20th നമ്മൾ ഡിസ്പാച്ച് ചെയ്യേണ്ട സാധനമായിരുന്നു. അങ്ങനെ ഷെഡ്യൂൾ ചെയ്തൊരു സാധനമായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് എനിക്ക് ചെറിയൊരു ബേബി ഉണ്ട്, 1.5 വയസ്സായിട്ടേ ഉള്ളൂ. അപ്പോൾ ആൾക്ക് ചെറിയ ഫീവറും കഫൊക്കെ വന്ന സമയത്ത് കുറച്ച് ദിവസം ഒരു 3 ദിവസത്തോളം എനിക്ക് വർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അത് പെൻഡിങ് ആയിപ്പോയി. ആക്ച്വലി ഞാൻ ഈ ഫ്രോക്ക് രണ്ടും സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ റീൽസൊക്കെ കണ്ടിട്ടുണ്ടാകും. നമ്മളൊരു വൈറ്റ് കളറ് ഒരു ഫ്രോക്കിൻ്റെ മേക്കിംഗ് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും റീൽസിലൊക്കെ. അപ്പം നമ്മൾ ഇപ്പോൾ ഏകദേശം നമ്മൾ മംഗലാപുരം ഒരു ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ആ സംഭവം അങ്ങനെ എന്താ വെച്ചാൽ, പിന്നെ നമ്മൾ 2 ദിവസം വർക്ക് കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ട് പിന്നെ വന്ന വർക്ക്സ് ഉണ്ടല്ലോ, ഇത് ആക്ച്വലി 1 മന്ത് മുമ്പ് ഓർഡർ ചെയ്തതാണ്. ഫുൾ പേയ്മെൻറ്റ്, 2 ഫ്രോക്കിന് ഫുൾ പേയ്മെൻറ്റ് ചെയ്തതാണ്. ഈ ഒരു ഫ്രോക്ക് ഓർഡർ വന്നത് നമ്മൾ ഓൾറെഡി ഒരു ഹോസ്പിറ്റലിലുള്ള ഒരു കസ്റ്റമറിന് നമ്മൾ ഒരു ഫ്രോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവഴി അവർ റിലേറ്റീവാണ് ഈ ഒരു ഓർഡർ ചെയ്തിട്ടുള്ളത്. ഈ ഫ്രോക്ക് 2 ഫ്രോക്ക് ഒന്നിച്ച് ചെയ്തു, പേയ്മെൻറ്റും ചെയ്തു. നമ്മൾ 1 മന്ത് ശേഷം മാർച്ച് 20th ഡിസ്പാച്ച് ചെയ്യാന്നുള്ളത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചു. അപ്പം അവർക്ക് 26th ബർത്ത്ഡേ, പക്ഷേ 24th നമ്മളോട് പറഞ്ഞിട്ടുണ്ടായി. അപ്പം നമ്മൾ 4 ഡേയ്സ് ഹോസ്പിറ്റലിലേക്ക് 2 ഡേയ്സ് 3 ഡേയ്സ് നമുക്ക് വേണ്ടു കർണാടകയിലേക്ക് പോകാൻ വേണ്ടി സാധനം. അപ്പോൾ നമ്മളത് വെച്ചിട്ട് അങ്ങനെ കറക്റ്റ് ടൈമൊക്കെ പറഞ്ഞിട്ടുണ്ടായി. പക്ഷേ ഇങ്ങനെ ഈ ഒരു സാഹചര്യം വന്നപ്പോൾ കുറച്ച് വർക്കൊക്കെ പെൻഡിങ് ആയി. അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് ആപ്ലിക് വർക്ക്സും ഹാൻഡ് വർക്കൊക്കെ വരുന്നുണ്ട്. ഹാൻഡ് സ്റ്റിച്ചൊക്കെ കൊടുക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ അവിടെ വെച്ചിട്ട് നമ്മൾ വേഗം ഈസി ആയിട്ടുള്ള വർക്കൊക്കെ വേഗം ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് വെച്ചോട്ടോ. അങ്ങനെ 22nd കസ്റ്റമർ ചോദിക്കുന്നത് എന്തായി എന്നൊക്കെ ആണ് നമ്മൾ ഈ ഒരു സംഭവം ഇവിടെ ഇങ്ങനെ പെൻഡിങ് ആണെന്നുള്ളത് ഓർത്തത്. ഡിസ്പാച്ച് ചെയ്യേണ്ട ടൈമും ആയല്ലോ. അപ്പം പിന്നെ ഒന്നും ചെയ്യാനില്ല. പിന്നെ കറക്റ്റ് 2 ഡേയ്സ് ഇനിയുള്ളൂ. പിന്നെ 4 ഡേയ്സിൻ്റെ ഉള്ളിൽ ബർത്ത്ഡേ ആയല്ലോ. അപ്പം നമ്മൾ അർജൻറ്റായിട്ട് ഈ ബാക്കിയൊക്കെ വർക്കൊക്കെ വെച്ചിട്ട് ഈ വർക്ക് രണ്ടും ചെയ്യാൻ തുടങ്ങി. അപ്പം ആപ്ലിക് വർക്ക്സ് ഉണ്ട്, അതിൽ അത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഹാൻഡ് സ്റ്റിച്ച് കൊടുക്കേണ്ടതൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു പിങ്ക് ഫ്രോക്കിൽ നമ്മൾ കുറച്ച് വർക്ക് ഫ്ലവേഴ്സൊക്കെ മേക്ക് ചെയ്യാനുണ്ട്. അതാണ് ഏറ്റവും ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും ഈ സ്റ്റിച്ചിങ്ങൊക്കെ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും, നമ്മൾ ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും പണിയാണ് ഇതുപോലുള്ള ഈ കൈപ്പണിയൊക്കെ, നമ്മൾ ഹാൻഡ് സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിന് കുറച്ച് ടൈം എടുത്തു. അതിനിടയിൽ എനിക്ക് വേറൊരു അർജൻറ്റായിട്ടുള്ള ഫ്രോക്കും കൂടി ചെയ്യാണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രൈഡേ ഡിസ്പാച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ ഫ്രൈഡേ ആയില്ല. പിന്നെ സാറ്റർഡേ ഡിസ്പാച്ച് ചെയ്യാമെന്ന് വെച്ചു, പക്ഷേ സാറ്റർഡേ ഈവനിങ് 5:30 ആയപ്പോഴാണ് എനിക്ക് കറക്റ്റ് ആയത്. പക്ഷേ ഫ്രോക്ക് മേക്കിങ് ചെയ്ത് കഴിഞ്ഞപ്പോഴും അതിന് ബോവൊക്കെ ആക്കാനുണ്ടായിരുന്നു. അപ്പം കസ്റ്റമർ പറഞ്ഞു നമുക്ക് ബ്ലൂ ഡാർട്ട് വഴി ചെയ്താൽ എത്തുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷേ ബ്ലൂ ഡാർട്ട് ആണെങ്കിലും സാറ്റർഡേ പിന്നെ സൺഡേ ഹോളിഡേ ആണല്ലോ, അപ്പം ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ കസ്റ്റമർ നമ്മൾ അതിനിടയ്ക്ക് അവർക്ക് വീഡിയോസൊക്കെ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം അവർ വല്ലാതെ നമ്മൾ അവരെ ഇതാക്കി നമ്മൾ പൈസ ഒക്കെ എടുത്തിട്ട് അവരെ ചീറ്റ് ചെയ്യുന്നുള്ള രീതിയിൽ അപ്പോൾ നമ്മൾ മേക്കിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആൾ കൂളായി. പക്ഷേ നമുക്കിത് എങ്ങനെയെങ്കിലും എത്തിച്ചു കൊടുക്കണമല്ലോ. അങ്ങനെ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മാംഗ്ലൂർ എങ്ങനെയെങ്കിലും എത്തിക്കാൻ പറ്റുമോ, ആരെങ്കിലും വഴി അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എത്തിക്കാൻ പറ്റുമെങ്കിൽ ബസ്സിലായിട്ട് കൊടുത്തു വിടാമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു സൺഡേ മോർണിംഗ് സുസ്മിത എന്ന് പറഞ്ഞൊരു ബസ്സുണ്ട്. അപ്പോൾ അതിൽ പയ്യന്നൂരിൽ നിന്ന് മംഗലാപുരത്തേക്കുണ്ട് ബസ്സാണ്. പക്ഷേ നമുക്കങ്ങനെ കൊടുത്തു വിടുമ്പം അവിടുന്ന് KSRTC ബസ്സിലാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ അതൊന്നും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നടന്നില്ലെങ്കിലോ എന്ന് വെച്ചു. പിന്നെ എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഈ ഫ്രോക്കിനൊന്നും ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ ലാസ്റ്റ് ഇയേഴ്സൊക്കെ ഒരുപാട് ഫ്രോക്ക് ചെയ്തിട്ടുള്ളത് എനിക്ക് മേക്കിംഗ് വീഡിയോസൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും റീൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ നല്ലൊരു പിക്കോ അല്ലെങ്കിൽ വീഡിയോസോ നമ്മൾ കസ്റ്റമറിന് എടുത്ത് വെച്ചിട്ടുണ്ടാവുന്നില്ല, നമുക്ക് ചെയ്യാൻ പറ്റിയൊരു വീഡിയോസോ അല്ലെങ്കിൽ ഒന്നും പല ഫ്രോക്കിനും ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും ഫോട്ടോസും വീഡിയോസും എന്തായാലും വേണം, എന്ത് റിസ്ക് എടുത്തിട്ടാലും ഇത് ചെയ്യുകയും വേണമെന്നില്ല, കൊടുക്കുകയും വേണമെന്നില്ല. അപ്പോൾ ഫോട്ടോസും വീഡിയോസും എടുത്താലേ കസ്റ്റമറിന് കറക്റ്റ് ടൈമിൽ എത്തില്ല. പിന്നെ നമ്മൾ റീഫണ്ട് ചെയ്യേണ്ടി വരുന്നില്ല. അപ്പോൾ റീഫണ്ട് എന്നുള്ളത് ഹസ്ബൻഡ് പറഞ്ഞാൽ നീ റീഫണ്ട് ചെയ്തോ, ഞാൻ പൈസ തരാം, പൈസ പ്രശ്നമാണ്, പൈസ ഞാൻ തരാം. പക്ഷേ പൈസയിലല്ല പ്രശ്നം, നമുക്ക് സാധനം അവർ നമ്മളത്രയും ബിലീവ് ചെയ്തിട്ട് ട്രസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഫുൾ എമൗണ്ടൊക്കെ തന്നിട്ട് നമ്മൾ ലാസ്റ്റ് 2 ഡേയ്സിന് മുമ്പ് സാധനം തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ചീറ്റിങ് തന്നെയല്ലേ.
അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ട്രെയിനിൽ പോകാമെന്ന്. അപ്പോൾ സൺഡേ മോർണിംഗ് ട്രെയിനിൽ പോകാമെന്ന് വെച്ചു. പക്ഷേ വീട്ടിൽ നിന്ന് ആരും വിടുന്നില്ല. എന്നാൽ അത് നോമ്പൊക്കെ ആയതുകൊണ്ട് ഫാസ്റ്റിംഗ് ഒക്കെ ആയതുകൊണ്ട് കുറച്ച് നമ്മുടെ ബോഡിയൊക്കെ ടയർഡായിരിക്കുമല്ലോ. പിന്നെ ട്രെയിനിൽ പോയാൽ എന്തായാലും നമ്മൾ ഏത് ടൈമിലാണ് ട്രെയിൻ റിട്ടേൺ പോകുന്നത് പ്രശ്നമില്ല, നമുക്ക് കറക്റ്റ് ടൈമിൽ പോയി ഒക്കെ ചെയ്യാം. പക്ഷേ റിട്ടേൺ വരുമ്പോൾ നമുക്ക് കറക്റ്റ് ടൈമിൽ തന്നെ ട്രെയിൻ കിട്ടണമെന്നില്ലല്ലോ. അങ്ങനെ ഞാനും ബ്രദറും സിസ്റ്ററിലും ബ്രദറിൻ്റെ വൈഫുമാണ് നമ്മൾ പോയിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയൊരു മോനും 3 വയസ്സായിട്ടുള്ളൊരു മോനും. അപ്പം നമ്മൾ ഞാൻ എൻ്റെ മക്കളൊന്നും കൂട്ടിയിട്ടില്ല, കാരണം മോനിക്ക് എക്സാമാണ്, UKG ആണെന്നാലും എക്സാമാണ് ഇപ്പം. പിന്നെ മോള് അറിയാലോ, അങ്ങനെ ചെറിയ ബേബിയാണ്ട് നമുക്ക് എന്തായാലും അത്ര ദൂരമൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം പയ്യന്നൂരിന്ന് മംഗലാപുരം കുറച്ച് ഡിസ്റ്റൻസ് ലോങ് ആയിട്ടുള്ള ദൂരം തന്നെയാണ്. ഇപ്പോൾ അവിടെ KSRTC ബസ് സ്റ്റാൻഡിൽ എത്തി കേട്ടോ. മംഗലാപുരം KSRTC ബസ് സ്റ്റാൻഡിലെത്തി. ഇതാണ് KSRTC ബസ് സ്റ്റാൻഡ്. അപ്പം യാത്ര നമുക്ക് പോകാൻ വളരെ എളുപ്പമായിരുന്നു കേട്ടോ. ട്രാവലിങ് അധികം ഇതൊന്നും ഉണ്ടായില്ല, ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ നമ്മൾ പോയത് മോർണിംഗ് ഒരു 10 മണിക്കാണ് കേട്ടോ. കാരണം ഉച്ചക്കാണ് അവിടുന്ന് ബസ് ഉള്ളത്, KSRTC ബസ്. അപ്പോൾ അതിന് കറക്റ്റായിട്ട് എത്താൻ വേണ്ടി നമ്മൾ മക്കൾക്കൊക്കെ എക്സാമിലുകൊണ്ട് നമ്മൾ അങ്ങനെ ആ ഒരു രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ട് പോയത്. അപ്പോൾ ഫസ്റ്റ് കയറുന്നിടത്ത് തന്നെ ഒരു ബിൽഡിങ്ങിൽ, ആ ബിൽഡിങ്ങിൽ തന്നെ അവർ പാർസലും കാര്യങ്ങളൊക്കെ റിസീവ് ചെയ്യുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കൊടുത്തു. നമ്മൾ 2 മിനിറ്റ് കൊണ്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടോ നമുക്ക്. അപ്പോൾ നമ്മൾ നല്ല സർവീസും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. നമ്മൾ കേരളത്തിലും ഉണ്ട് കേട്ടോ ഈ ഒരു KSRTCയിൽ ഇതുപോലെ മിന്നൽ എന്ന് പറഞ്ഞ സർവീസ്. നമുക്ക് സെയിം ഡേ തന്നെ കേരളത്തിൽ എല്ലായിടത്തും എത്തും. അപ്പോൾ നിങ്ങൾ വേഗം കേരളത്തിലുള്ള KSRTC ബസ്സിൽ കൊടുത്തു വിട്ടാൽ പറയുന്നത്. പക്ഷേ കേരളത്തിലുള്ളത് കേരളത്തിൽ മാത്രമേ ചെയ്യുള്ളൂ, അതായിരുന്നു പ്രശ്നം. അപ്പോൾ നമ്മൾ കസ്റ്റമറിനോട് പിന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്ക്. കാരണം എങ്ങനെയെങ്കിലും ഡെലിവറി ചെയ്തിട്ട് സാധനം പിന്നെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ടാണ് കിട്ടുന്ന പ്രശ്നമല്ലേ. അപ്പം അവർ പറഞ്ഞു 26-നാണ് ബർത്ത്ഡേ വരുന്നത്. അപ്പോൾ നമ്മൾ മൺഡേ നമ്മൾ പോകാൻ ഇതാക്കി വെച്ചു. അപ്പോൾ ഈ 2 ഡേയ്സ് എന്ന് പറഞ്ഞാൽ സാറ്റർഡേ, സൺഡേ, ഈ മൺഡേ 3 ദിവസം എൻ്റെ വർക്ക് പിന്നെയും പെൻഡിങ് ആയിട്ടോ. കാരണം ഇതിൻ്റെ ബേക്കിൽ തന്നെയായിരുന്നു ഞാൻ. എന്താ വെച്ചാൽ നമുക്കൊരു ടെൻഷനല്ലേ, കാരണം ഇതെങ്ങനെ കിട്ടുക എന്നുള്ളത്. പൈസൻ്റെത് മാത്രമല്ല പ്രശ്നം, നമുക്ക് ആ ഒരു ടൈമിൽ കിട്ടുക എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണല്ലോ. ഇനി ആ പാർസൽ മാംഗ്ലൂരിൽ നിന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് വിട്ടിട്ട് പിറ്റേന്ന് രാവിലെ 7 മണിക്കാണ് കേട്ടോ അവർ ആ ഒരു ലൊക്കേഷനിലെത്ത. ഒരു വില്ലേജ് പ്ലേസാണ്. അപ്പം നമ്മളാദ്യം ഇത് എയർ കാർഗോയിലേക്ക് അയക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായി. പക്ഷെ അവിടെ അതൊന്നുമില്ല, അങ്ങനെയുള്ള ഫെസിലിറ്റീസൊന്നുമില്ല. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ പ്ലേസാണ്. അപ്പം ഒരു വില്ലേജ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ അവിടെ അങ്ങനെ ഫെസിലിറ്റീസൊന്നും ഇല്ലാത്തതുകൊണ്ട്, ട്രെയിനും ഇല്ലാത്തതുകൊണ്ട് ഇതേ നടക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ സ്വന്തം വണ്ടിയിൽ തന്നെ പോകാൻ നിലയിലെത്തിയത്. പിന്നെ നമ്മൾ തിരിച്ച് വരുമ്പം നമ്മൾ അവിടെ കണ്ടിട്ടുണ്ടാകും, നമ്മൾ വരുന്ന വഴിക്ക് ബോർഡൊക്കെ കണ്ടിട്ടുണ്ടാകും. 10 രൂപ പെട്രോളിന് കുറവാണ് കേരളത്തിനേക്കാളും. നമ്മൾ അവിടെ നിന്ന് എണ്ണയൊക്കെ അടിച്ച് തിരിച്ച് വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് കാരണം നമ്മൾ ആഫ്റ്റർനൂൺ ആയതുകൊണ്ട് ആ ഒരു സമയമാണ്. അപ്പോൾ നല്ല കാസർഗോഡ് ഭാഗത്തൊക്കെ നല്ല ബ്ലോക്കായിരുന്നു. നമ്മൾ കർണാടകയിൽ ബ്ലോക്കൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല, കാരണം ആ ഒരു ഉച്ച സമയത്ത്. പിന്നെ നമ്മൾ കേരളത്തിലെത്തും തോറും കുറച്ച് ഈവനിങ് അങ്ങനെ ആയിട്ടുണ്ടായി. നമ്മൾ വീട്ടിലെത്തുന്ന സമയം എന്ന് പറഞ്ഞാൽ 5:20 കഴിഞ്ഞു. നമ്മൾ രാവിലെ 9:30 പോയിട്ടില്ല, വൈകുന്നേരം 5:30 എത്തിയത്. അപ്പോൾ ഇതാണ് കേട്ടോ ഫ്രോക്ക്. നമ്മൾ ഫസ്റ്റ് ഫ്രോക്ക് ഇതാണ് വൈറ്റിൽ. ഈ ഫാബ്രിക് എന്ന് പറയുന്നത് ഒരു ജിമിച്ചോ എന്ന് പറയുന്നൊരു ഷൈനിങ് ഉള്ളൊരു ഓർഗൻസ പോലത്തെ ഒരു ഫാബ്രിക്കാണ്. അതിൽ ഇങ്ങനെ വർക്കൊക്കെ വരുന്നത്. നമ്മൾ റെഫറൻസ് പിക്ക് തന്നിട്ടുണ്ടായിട്ടോ. അപ്പോൾ അതിൽ ഉള്ള വർക്ക് പോലെ ഏകദേശം നമ്മൾ ആപ്ലിക് വർക്കൊക്കെ വെച്ചിട്ടാണ് ചെയ്തത്. വർക്ക് ഡീറ്റെയിലിംഗ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് ഹെവി ആയിട്ടുള്ള വർക്കാണ്. സിമ്പിളായിട്ട് കാണുന്നുണ്ടെങ്കിലും ഹെവി ആയിട്ട് വർക്കുള്ള മെറ്റീരിയലിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഗം വെച്ച് സ്റ്റിച്ച് ചെയ്ത് ഇതാക്കിയിട്ട് ഹാൻഡ് സ്റ്റിച്ച് കൊടുത്തിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ല ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇതിൽ നമ്മൾ ഡബിൾ ലെയേഴ്സായിട്ട് ലൈനിങ് ഒക്കെ വെച്ചിട്ട് നല്ലൊരു ബോട്ട് ഫ്രോക്കിൻ്റെ രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ നമ്മൾ ഒരു ഹെയർ ക്ലിപ്പും ഒരു ഹെയർ ഫാസിനേറ്ററും ചെയ്തിട്ടുണ്ട്, ആക്സസറീസൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് 1 ഇയർ ബേബിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാ മോമിനും പൊതുവെ നമുക്ക് വരുന്ന ഓർഡേഴ്സൊക്കെ അങ്ങനെയാണ്. ഫസ്റ്റ് ബർത്ത്ഡേ എല്ലാവർക്കും നന്നായിട്ട് ഗ്രാൻഡായിട്ട് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അവരെല്ലാ രീതിയിലും ചെയ്യും. അപ്പം ഞാൻ ആക്ച്വലി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു ബട്ടർഫ്ലൈൻ്റെ വിങ്സും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് രണ്ടാമത്തെ ബട്ടർഫ്ലൈ വിങ്സുള്ള ബട്ടർഫ്ലൈ ബോ ആ ഒരു രീതി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ. പിന്നെയാണല്ലോ നമുക്ക് ഈ ഒരു അബദ്ധങ്ങളൊക്കെ പറ്റിയത്. ഇതിൽ വൈറ്റിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ കൊണ്ടാണ് ഒന്നാമത്തെ ടൈം ഡിലേ ആയിപ്പോയത്. അപ്പോൾ പിന്നെ ഇത് രണ്ടാമത്തെ ഫ്രോക്കാണ് കേട്ടോ. ഇതിൽ നമ്മൾ ഇതുപോലെ തന്നെ ലേസ് വർക്കിന്ന് കട്ട് ചെയ്തിട്ട് ആപ്ലിക് വർക്ക് ചെയ്തിട്ട് അതിൽ പിന്നെ കുറച്ച് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സും കൂടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പേൾ പഞ്ചിങ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് വന്നിട്ടുള്ളത്. സെയിം ഫാബ്രിക് തന്നെയാണ് കേട്ടോ. ജിമ്മിച്ചോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷൈനിങ് ഉള്ളൊരു ഓർഗൻസ പോലത്തെ ഒരു ഫാബ്രിക്കാണിത്. അപ്പോൾ അതിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ ബോ ആണ് കൊടുത്തിട്ടുള്ളത്. നോർമലി വരുന്ന ആ ഒരു ടൈപ്പിലുള്ള ബോ ആണ് കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ കളറും സൈസൊക്കെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ 2 ഫ്രോക്കിൻ്റെ ഡീറ്റെയിൽസും വരുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ വിത്ത് us. താങ്ക് യു ഫോർ വാച്ചിങ്.